ഹലോ, മലു റൂട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചകളിലെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വീഡനിലേക്കുള്ള 2025 അഡ്മിഷൻ നടക്കുകയാണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യേണ്ട ടൈമും കാര്യങ്ങളും ആയിട്ടുണ്ട്. അത് ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ബാച്ചിലർ ഡിഗ്രി മാസ്റ്റേഴ്സിലേക്കുള്ള അഡ്മിഷനാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള റിക്വയർമെൻറ്റ്സ് കാര്യങ്ങൾ, എത്ര വർഷമാണ് ഇതൊക്കെ വരുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതായത് അഡ്മിഷൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ വിസയുടെ കാര്യത്തിനോ അതല്ലെങ്കിൽ നിങ്ങൾ വരുമ്പോൾ അക്കോമഡേഷൻ്റെ കാര്യങ്ങൾ അങ്ങനെയുള്ളതിനെല്ലാം നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ മെയിൽ ഐ ഡിയും അതുപോലെ എൻ്റെ വാട്സപ്പ് നമ്പറും എല്ലാം നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അതിൻ്റെ ലാസ്റ്റായി നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സ്വീഡനിൽ ഒരു ബാച്ചിലർ ഡിഗ്രിക്ക് അല്ലെങ്കിൽ മാസ്റ്റേഴ്സിലേക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയിലേക്ക് വേണ്ട മെയിൻ ഒരു റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് 4 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞവർക്ക് മാത്രമാണ് സ്വീഡനിൽ ഒരു മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ വർഷങ്ങളിലും അതിന് മുന്നത്തെ വർഷങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് പേര് 3 ഇയർ ഡിഗ്രി കഴിഞ്ഞവർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇനിയൊരു വീണ്ടും ഒരു 3 വർഷത്തെ ബാച്ചിലർ ഡിഗ്രി ചെയ്യാൻ താല്പര്യമില്ല. സോ മാസ്റ്റേഴ്സിലേക്ക് ഡയറക്റ്റ് കയറാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതൊരു 2020 മുന്നേയൊക്കെ പല യൂണിവേഴ്സിറ്റികളും 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ ഡിപ്ലോമ കോഴ്സുകളൊക്കെ ഇവിടെ അവൈലബിൾ ആയിരുന്നു. പക്ഷേ അതെല്ലാം മുന്നോട്ടുള്ള വർഷങ്ങളിൽ അതെല്ലാം ക്യാൻസൽ ചെയ്തു. 3 ഇയർ ബാച്ചിലർ ഡിഗ്രികൾ മാത്രമായി. അപ്പോൾ അതുപോലെ ഒരു ഓപ്ഷൻ ഇപ്പോൾ 2025ലേക്കും ഓപ്പൺ ആയിട്ടുണ്ട്. അത് പക്ഷേ എല്ലാ കോഴ്സുകൾ കഴിഞ്ഞവർക്കും അതിലേക്ക് ജോയിൻ ചെയ്യാൻ പോസിബിൾ അല്ല. കാരണം അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് +2 മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം. ഇനി അതല്ല 3 ഇയർ ഡിപ്ലോമ ആണെങ്കിലും അതിൽ മാത്സ് ഉണ്ടായിരിക്കണം. പ്ലസ് IELTS PTE പോലുള്ള ഏതെങ്കിലും ഇംഗ്ലീഷ് ടെസ്റ്റുകളും പാസ്സായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇനി 3 ഇയർ ഡിഗ്രി പഠിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 1 ഇയറിൻ്റെ ഒരു ബാച്ചിലർ പ്രോഗ്രാം സൈബർ സെക്യൂരിറ്റിയുടെ പ്രോഗ്രാമിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 3 ഇയർ ഡിഗ്രി കഴിഞ്ഞവർ, 3 ഇയർ ഡിഗ്രി കഴിഞ്ഞ എല്ലാവർക്കുമല്ല, ഡിഗ്രിയിൽ മാത്സ് കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെയൊരു 1 ഇയർ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ 2 കോഴ്സുകളാണ് നിലവിലിപ്പോൾ ഉള്ളത്. ഒന്ന് സൈബർ സെക്യൂരിറ്റിയുടെ ഒരു ബാച്ചിലർ ഡിഗ്രി 1 ഇയർ പ്രോഗ്രാമും മെഡിക്കൽ റേഡിയോളജിയുടെ ഒരു 1 ഇയർ പ്രോഗ്രാമുമാണ് 2025ലേക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റികളിലുമുള്ള കോഴ്സുകൾ 3 ഇയർ ഡിഗ്രി തന്നെയാണ്. അപ്പോൾ നിലവിൽ 3 ഇയർ ഡിഗ്രി ഉള്ളവർക്കാണ് ഈ ഒരു കോഴ്സ് കൊണ്ട് പ്രയോജനം കൂടുതൽ. കാരണം നിങ്ങളുടെ 3 വർഷത്തെ ഡിഗ്രി എന്ന് പറയുമ്പോൾ 120 ക്രെഡിറ്റ്സ് ആണ് വരുന്നത് നമ്മുടെ നാട്ടിലത്തത്. അപ്പോൾ ഇവിടെ ഒരു മാസ്റ്റേഴ്സിലേക്ക് അത് എലിജിബിൾ അല്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു വർഷത്തെ ഇവിടുത്തെ ഒരു ബാച്ചിലർ ഡിഗ്രി ഈ ഒരു കോഴ്സോടെ ചെയ്താൽ നിങ്ങൾക്ക് 60 ക്രെഡിറ്റോടെ കിട്ടും. സോ നിങ്ങൾക്ക് 180 ക്രെഡിറ്റ്സ് ആവും. ദെൻ അതിൻ്റെ ഈ ഒരു കോഴ്സിന് ശേഷം നിങ്ങൾക്ക് മാസ്റ്റേഴ്സിലേക്ക് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. നാട്ടിലത്തെ ഒരു +2 കഴിഞ്ഞ ഒരാൾ ഈ ഒരു കോഴ്സിൽ ഈ 2 കോഴ്സുകളിൽ ഏതെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 1 ഇയറിൻ്റെ ബാച്ചിലർ ഡിഗ്രി മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരിക്കലും നിങ്ങൾക്ക് സ്വീഡനിൽ തന്നെ ഒരു മാസ്റ്റേഴ്സ് എടുക്കാൻ സാധിക്കില്ല. കാരണം നിങ്ങൾക്ക് ആകെ 60 ക്രെഡിറ്റ് ഉണ്ടാവുള്ളൂ. ഇവിടെ ഒരു മാസ്റ്റേഴ്സിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ 180 ക്രെഡിറ്റ്സ് വേണം. സോ നിങ്ങൾക്ക് ഫ്യൂച്ചറിലാണെങ്കിലും ഒരു മാസ്റ്റേഴ്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വീണ്ടും ഇവിടുത്തെ ഒരു 3 വർഷത്തെ ഡിഗ്രി ചെയ്ത് 180 ആക്കിയതിന് ശേഷമേ മാസ്റ്റേഴ്സിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് +2 മാത്രമുള്ള ആളാണെങ്കിൽ. അപ്പോൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ഇയർ സ്റ്റേ ബാക്ക് ഉണ്ടായിരിക്കും. ഈ ഒരു കോഴ്സിനാണെങ്കിലും നിങ്ങൾക്ക് ഫാമിലിനെയൊക്കെ കൊണ്ടുവരാം. ഹസ്ബൻഡ് വൈഫ് കുട്ടികളായിട്ട് വരാനും പറ്റും. അപ്പോൾ ഈ 2 കോഴ്സുകൾ എടുക്കാൻ താല്പര്യമുള്ളവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് 60 ക്രെഡിറ്റിൻ്റെ 1 ഇയർ കോഴ്സാണ്. അതായത് 10 മാസം. ഇവിടുത്തെ 1 ഇയർ കോഴ്സുകളെല്ലാം തന്നെ 10 മാസമേ ഉള്ളൂ. നിങ്ങൾക്ക് പേഴ്സൺ നമ്പർ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് കോർഡിനേഷൻ നമ്പർ തന്നെയായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങളൊരു 3 വർഷം വീണ്ടും പഠിക്കാതെ, ബാച്ചിലർ ഡിഗ്രി ഉള്ളവർ വീണ്ടും ഒരു 3 വർഷം പഠിക്കാതെ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് നിങ്ങളുടെ മാസ്റ്റേഴ്സിലേക്കുള്ള റിക്വയർമെൻറ്റ്സ് എല്ലാം മീറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ 3 ഇയർ ഡിഗ്രിക്കാർ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ താല്പര്യമുള്ളവർ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. എൻ്റെ മെയിൽ ഐ ഡിയും വാട്സപ്പ് നമ്പറും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.